എല്ലാ സഹോദരന്മാർക്കും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയനായ ഉദ്ഘാടകൻ ജനാബ് വി കെ അബ്ദുൽ ഖാദർ മൗലവിയായ ഈ യോഗത്തിൽ ഇനി പ്രസംഗിക്കാനിരിക്കുന്ന കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ്, പ്രഗത്ഭ പ്രഭാഷകൻ ജനാബ് അൻസാരി തില്ലങ്കേരി, എനിക്ക് മുമ്പ് സംസാരിച്ച ജനാബ് സഅദുള്ള, ബഹുമാന്യനായ പെരിങ്ങോം മുസ്തഫ സാഹിബ്, മാതമംഗലം അബൂബക്കർ ഹാജി സാഹിബ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കൾ, എരമംകുറ്റൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ശക്തി വിളിച്ചോതുന്ന ഒരു പ്രകടനവും വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആസൂത്രണത്തിന് വേണ്ടി സംയുക്ത പഠനക്കാനുള്ള നാസർ മഅ്ദനി വിളിക്കുന്നത് പോലെ മക്കളൊന്ന് തിരിഞ്ഞു നോക്കൂ. എന്താ നമുക്ക് കാണുന്നത്? 92-ലെ മുസ്ലിം ലീഗ് പറഞ്ഞു കോൺഗ്രസ് തെറ്റ് ചെയ്തു, പക്ഷേ കോൺഗ്രസ് ഒറ്റപ്പെടുത്തപ്പെടേണ്ട പാർട്ടിയല്ല. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിന് ബദലായി കോൺഗ്രസിനേക്കാൾ നല്ല ഒരു രാഷ്ട്രീയം ഇന്ത്യ ഭരിക്കാൻ പ്രാപ്തമായി ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യയിലെ മതേതര പാർട്ടികൾ നിൽക്കണം. 92-ൽ നമ്മൾ പറഞ്ഞു, 96-ൽ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ മതേതര പാർട്ടികൾ പറഞ്ഞു ഞങ്ങൾ മൂന്നാം മുന്നണി ഉണ്ടാക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയൊരു ആവലാതിയുണ്ട്. എന്താണ് ആവലാതി? ലീഗ് യോഗം ചേർന്നാൽ 1 മണിക്കൂർ കൊണ്ട് പിരിയും, ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തും, അതിനിടയിൽ കുറെ കോഴിക്ക് തല നഷ്ടപ്പെടും, കഴുത്ത് നഷ്ടപ്പെടും, അതിനപ്പുറം ഒന്നും നടക്കൂല. ഞങ്ങളെ യോഗത്തെക്കുറിച്ച് നിങ്ങളുടെ ആക്ഷേപമാണ്. വാദത്തിന് വേണ്ടി ഞങ്ങളത് ശരിവെക്കുന്നു. എന്നാൽ നിങ്ങളുടെ യോഗങ്ങളോ? നിങ്ങളുടെ യോഗങ്ങൾ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും, എന്നിട്ടൊരു രാഷ്ട്രീയ രേഖയുണ്ടാക്കും. ആ രാഷ്ട്രീയ രേഖ നിങ്ങൾ താഴേക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഈ രാഷ്ട്രീയ രേഖ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ എത്ര ബ്രാഞ്ചുകളുണ്ടോ അത്രയും ബ്രാഞ്ചുകളിൽ ഈ രാഷ്ട്രീയ രേഖ ആ ബ്രാഞ്ച് കമ്മിറ്റിയിലെ 8-10 ആളുകൾ ചേർന്ന് മണിക്കൂറുകൾ ചർച്ച ചെയ്ത് അനേക ലക്ഷം മണിക്കൂറുകൾ ചെലവഴിച്ച് ചർച്ച ചെയ്തിട്ട് ഈ രേഖക്ക് ഭേദഗതികൾ ഉണ്ടാക്കി ലോക്കൽ കമ്മിറ്റിക്ക് കൊടുക്കും. ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്യും, അവിടെ ഭേദഗതി വരും. എന്നിട്ട് ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്യും, ഭേദഗതി വരും. പിന്നെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഭേദഗതികളോടെ സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് ഭേദഗതികളോടെ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് ഭേദഗതികളോടെ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത് ഭേദഗതികളോടെ പോളിറ്റ് ബ്യൂറോയും ചർച്ച ചെയ്തിട്ട് പിന്നെ പാർട്ടി കോൺഗ്രസിൽ ആ കൊല്ലത്തെ 2006-ലെ 96-ലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള പാർട്ടി കോൺഗ്രസിൽ നിങ്ങൾ അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖക്ക് നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതികളുടെ എണ്ണം 6293. 6293 ഭേദഗതി എവിടെ? പാർട്ടി കോൺഗ്രസിൽ. അങ്ങനെ നിങ്ങൾ അംഗീകരിച്ച പ്രമേയമാണ് ഇന്ത്യയിൽ BJP-യെ ഒറ്റപ്പെടുത്തണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം, മൂന്നാം മുന്നണി ഭരിക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001-ൽ അടൽ ബിഹാരി വാജ്പേയി വീണ്ടും ഇന്ത്യ ഭരിച്ചു. 2006 ആയപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്തും ജ്യോതി ബസുവും പറഞ്ഞു കോൺഗ്രസിനെ പിന്തുണക്കണം. CPM പാർട്ടി 4 പാർട്ടി കോൺഗ്രസുകളിൽ ലക്ഷക്കണക്കായ ബ്രാഞ്ച് കമ്മിറ്റികൾ ചേർന്ന് കോടിക്കണക്കായ മണിക്കൂറുകൾ ചെലവിട്ട് ബില്യൺ കണക്കായ തുകകൾ ചെലവഴിച്ച് 10,000-കണക്കിന് മനുഷ്യന്മാർ ചിന്തിച്ചും മനനം ചെയ്തെടുത്തും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് BJP-യെ തോൽപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് 92 മുതൽ 2006 വരെ 14 കൊല്ലം ചെലവഴിക്കേണ്ടി വന്നുവെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം ലീഗുകാർക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ 1 മണിക്കൂറും ഏതാനും കോഴികളുടെ തലയും മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വലിപ്പം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു പാർട്ടിയിൽ എത്ര ആളുണ്ട് എന്നതല്ല പ്രശ്നം, ഒരു പാർട്ടിക്ക് എത്ര MP-മാരും MLA-മാരും ഉണ്ട് എന്നതല്ല പ്രശ്നം. ആ പാർട്ടിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആ പാർട്ടി രാജ്യത്ത് പറയുന്ന രാഷ്ട്രീയം അത് പ്രായോഗികമാണോ? അതാണ് പ്രശ്നമെങ്കിൽ പ്രായോഗികതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അല്ലാലിമുല്ലല്ലാമ ഉസ്താദ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ് എന്ന് ഈ രാജ്യത്തിന്റെ കഴിഞ്ഞുപോയ രാഷ്ട്രീയത്തിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഈ നന്മക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ ചില്ലറയല്ല.
ആ ത്യാഗങ്ങൾ ഞങ്ങൾ സഹിക്കുമ്പോൾ